3 വിഷയത്തിനെ പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു. അതിൽ ഒരു വിഷയത്തെപ്പറ്റി മെയിനായിട്ട് സംസാരിക്കും, കാരണം ഇതൊക്കെ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സന്ദേശം എന്നുള്ള രീതിയിൽ വളരെ ശാസ്ത്രവിരുദ്ധമായിരിക്കുന്ന അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഴുത്തിലെ ഞരവ് പൊട്ടിത്തെറിച്ച് ആൾക്കാർ ഷോക്ക് വന്നിട്ട് മരിക്കുന്നതൊക്കെ പറ്റി ശുദ്ധ അസംബന്ധം വിടുകയാണ്. ഇതൊക്കെ ശാസ്ത്രബോധമില്ലാത്തൊരു സമൂഹത്തിൽ പ്രചരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയി സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അരളി എന്ന് പറഞ്ഞ ഒരു പൂവ്, ആ പൂവിൻ്റെ വിഷാംശം കൊണ്ട് ഒരു സ്ത്രീ മരിച്ചു എന്നുള്ളത്. ആ സ്ത്രീ അവർ നടന്നു പോകുന്നതിനിടയിൽ ഒരു പൂവെടുത്ത് ചവച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ മരിച്ചതെന്ന് പറയും. അരളി എന്ന് പറയുന്ന ആ ചെടിയിൽ ഒരുപാട് ആൽക്കലോയിഡുകളുണ്ട്, അതിൽ ചിലതൊക്കെ ടോക്സിക് ആണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പൂവെടുത്ത് ചവച്ചതുകൊണ്ട് ഒരിക്കലും തന്നെ ആ സ്ത്രീ മരിക്കാൻ സാധ്യതയില്ല. ഒരു വിഷമാകുന്നത് അവിടെ ഡോസാണ്. ഡോസ് മേക്ക് ഇറ്റ് പോയിസൺ. ഏത് വിഷമാണെങ്കിലും അത് എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്നതാണ് വിഷമാകുന്നത്. നമ്മൾ ജീവവായു എന്ന് പറയുന്ന ഓക്സിജൻ 100% നിങ്ങൾ രോഗിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ മരിച്ചു വീഴും. ഏത് സാധനത്തെയും വിഷമാക്കുന്ന അതിൻ്റെ ഡോസാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മരണകാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ചിലപ്പം കിട്ടുമായിരിക്കും. ഒരു പൂവോ ഒരു ഇലയോ കഴിച്ചതുകൊണ്ട് അത്രയും ടോക്സിസിറ്റി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെന്തോ പ്രശ്നമുണ്ട് എന്നേ പറയുന്നുള്ളൂ. അലർജിക് റിയാക്ഷനാ? ചെമ്മീൻ കഴിച്ചിട്ട് മരിച്ചിട്ടുണ്ട്, സംഭവിക്കാം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ചിലപ്പം ആവാം. കൊഞ്ച് ബിരിയാണി കഴിച്ചിട്ട് മരിച്ച കേസുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും സംസാരിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് സംസാരിക്കാം. നമ്മുടെ കോവിഡ് വാക്സിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രചരണം. ഇപ്പോൾ നമുക്ക് കോവിഡ് വന്നതിന് ശേഷം ആൾക്കാർ പറയാണ് അവിടെ എവിടെയൊക്കെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, എല്ലാം കോവിഡ് വാക്സിൻ എടുത്തല്ലേ, അതുകൊണ്ട് എത്രയാളാണ് നോക്കൂ കുഴഞ്ഞു വീണ് മരിക്കുന്നു. യാതൊരു അടിത്തറയില്ലാത്ത കാര്യങ്ങളാണ്. ഇലക്ഷൻ ദിവസം എത്ര ആൾ 7-8 ആൾ കുഴഞ്ഞു വീണ് മരിച്ചു, അതുകൊണ്ട് ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൾ കുഴഞ്ഞു വീണ് മരിക്കുക എന്നാണോ? പോളിയോ വാക്സിൻ കൊടുക്കുമ്പോൾ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്, അതുകൊണ്ട് പോളിയോ വാക്സിന് കിട്ടിക്കഴിഞ്ഞാൽ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ടാവും. നമ്മുടെ പത്രത്തിലെടുത്ത് നോക്കുക, എല്ലാ ദിവസങ്ങളും കുഴഞ്ഞു വീഴുന്ന കേസുകളുണ്ടാവും. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പോളിംഗ് വെക്കുമ്പോൾ ആ പോളിംഗിൽ ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേരും. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും പരമാവധി വീട്ടിൻ്റെ പുറത്ത് പോളിംഗ് സ്റ്റേഷൻ ലക്ഷ്യമായിട്ട് പോകുന്ന ഒരു ദിവസത്ത് സാധാരണഗതിയിൽ കുഴഞ്ഞു വീഴുന്നതിന് അവിടെ വീണ് മരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് വാക്സിൻ കൊടുക്കുമ്പോഴും. വാക്സിൻ കൊടുക്കുന്ന അവസരത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇതേപോലെ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർ മരിക്കും. ഇന്ന് കുറേ ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നില്ലേ? നമ്മൾ നാളത്തെ പത്രം എടുത്ത് നോക്കി കാണാൻ പറ്റും. മറ്റൊരു വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് പറയും അതിൻ്റെ പേരിലാണെന്ന്. അതിലും ശാസ്ത്രീയപരമായിട്ടുള്ള യാതൊരു ചിന്തയില്ല എന്നുള്ളതാണ്. പിന്നെ കോവിഡ് വാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോവിഡ് വാക്സിനെ സംബന്ധിച്ചോളം UK ഹൈക്കോർട്ടിൽ ആസ്ട്രാസെനക്ക എന്ന് പറഞ്ഞ നിർമ്മാണത്തിൻ്റെ കമ്പനിയുടെ വക്താവ് അവിടെ ചഡോസ് വാക്സിൻ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ആസ്ട്രാസെനക്കൻ്റെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെയും കണ്ടുപിടിച്ച ആ ഒരു വാക്സിൻ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതിനാണ് കോവിഷീൽഡ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ട്രാസെനക്ക കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിനാണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഇതേ കമ്പനി തന്നെ ബ്രിട്ടനിൽ അവിടെ നിർമ്മിക്കുന്ന മറ്റൊരു നിർമ്മാണ വ്യവസായ മേഖലയായിട്ട് നിർമ്മിക്കുന്ന വാക്സിന് മറ്റൊരു പേരാണ് ചഡോക്സ് വാക്സിൻ. അവിടെ UKയിലെയും ഇവിടെയും ഉപയോഗിച്ച സാധനം ഒന്ന് തന്നെയാണ്, അത് വ്യത്യാസമൊന്നുമില്ല. ചഡോക്സ് വാക്സിൻ ആണെങ്കിലും കോവിഷീൽഡ് ആണെങ്കിലും ഒരേ സാധനമാണ്, ഒരേ കണ്ടന്റ് ആണ്. വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ പരീക്ഷണ ഘട്ടവും കഴിഞ്ഞാണ്. അനിമൽ സ്റ്റഡീസ് കഴിഞ്ഞു, അതേപോലെ വളണ്ടിയർ സ്റ്റഡീസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ വാക്സിൻ വരുന്നത്. ഇവിടെയുള്ള വിവരം കെട്ടവന്മാർ പറയാണ് തട്ടിക്കൂട്ടിയ വാക്സിൻ. എന്താണ് വാക്സിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും യാതൊന്നും ധാരണയില്ലാത്തവർ തട്ടിവിടുകയാണ്. ഒരു വാക്സിൻ എങ്ങനെയാണ് വേഗത്തിൽ നിർമ്മിക്കപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ടെക്നോളജി പ്രകാരം അത് സാധ്യമാണ്. ഈ പരീക്ഷണമൊക്കെ വളരെ ജനറ്റിക്കലായിട്ട് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയെല്ലാം അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സൈഡ് എഫക്റ്റുകൾ സാധാരണ കോമൺ സൈഡ് എഫക്റ്റ് കുറേയുണ്ട്. ഏതൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും തന്നെ ചെറിയ ശതമാനം ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്. TT അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ശതമാനം ആൾക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്. അനോഫിലൈറ്റിക് ഷോക്ക് എന്ന് പറയും, അത് കൊടുക്കുമ്പോഴുള്ള റയർ കേസായിട്ട് വരുന്നതാണിത്. അതേപോലെ തന്നെ ചില മരുന്നുകൾക്ക് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. റിയാക്ഷൻ വരാൻ സാധ്യതയുള്ള മരുന്നുകൾ മുൻകൂട്ടിയിട്ട് ചെറിയ ഡോസ് കൊടുത്ത ശേഷമാണ് അലർജിക്കൽ റിയാക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് പെൻസിലിൻ പോലെയുള്ള മരുന്നുകൾ, ചില ആൻറ്റിബയോട്ടിക്കുകൾ, ചില മറ്റ് ഇഞ്ചക്ഷൻസുകൾ, എല്ലാത്തിനും എഫക്റ്റ് എന്തിനൊക്കെ ഉണ്ടാവും അതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്. അധികം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂത്രമൊഴിക്കും, അത് സൈഡ് എഫക്റ്റ് അല്ലേ? വണ്ടി ഓടിച്ചു പോകുന്നു, കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നടക്കുമ്പോൾ പോലും ഒരു തേങ്ങ വീണ് മരിക്കാൻ സാധ്യതയില്ലേ? മൊത്തം ആൾക്കാർ റോഡിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മൊത്തം ആൾക്കാർ റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും തേങ്ങ വീണ് മരിക്കുന്നവർ അതിലുണ്ടാവും. കാരണം നമുക്കറിയാം, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എൻ്റെ മുമ്പിലല്ലോ തേങ്ങ വീണിട്ടുണ്ട്, അതൊക്കെ കുറേ ആളിങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ഒരാളുടെ തലയിൽ വീഴും. അയ്യൊരു ചാൻസാണിത്. കൂടുതൽ ആൾ ഒരേ ദിവസം വാക്സിൻ എടുക്കുന്ന സമയത്ത്
ഈ പറയുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ കോംപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മില്യണിൽ, അതായത് 10 ലക്ഷത്തിൽ 7 8 ആൾക്ക് വരുന്ന കോംപ്ലിക്കേഷനാണ്. ഈ പറയുന്ന ത്രോംബോസിസും ത്രോംബോസൈറ്റോപീനിയയും ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. ഈ 2 സാധനവും ഒരാൾക്ക് കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ വരാനുള്ള സാധ്യത എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു നോൺ സിംറ്റമാറ്റിക് ആയിരിക്കുന്ന അല്ലെങ്കിൽ മൈൽഡ് സിംറ്റം ആയിരിക്കുന്നത്, അതായത് ചെറിയ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഇല്ലാതെയോ കോവിഡ് വരുന്ന ഒരാൾക്ക് 2.6% ഈ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. വാക്സിൻ കൊണ്ട് എത്ര ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.003 4 അത്ര പെർസെൻറ്റേജ് വരുന്നുള്ളൂ. അതായത് ഏതോ സിനിമയിൽ തെലുങ്ക് എന്ന് പറഞ്ഞാൽ 0.09 എന്ന് പറഞ്ഞില്ല, അതിനേക്കാൾ താഴെയാണ് വരുന്നത്. സാധാരണഗതിയിൽ കോവിഡ് ബാധിച്ചാൽ തന്നെ 2.6% ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി സിവിയർ കോവിഡ് ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക്, അതായത് ICU അല്ലെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ട് ഇതൊക്കെ കൊടുക്കുന്ന ഒരാൾക്ക് എത്ര ശതമാനം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 35.3% ഈ പറഞ്ഞ വാക്സിൻ കൊണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. മരണ സാധ്യത അതിൽ കൂടുതലാണ്. നമുക്കറിയാം മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്, ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് 100% ശാസ്ത്രീയ അടിത്തറ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അത് പോകുന്നത്. ഉദാഹരണമായിട്ട് ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് എഴുതി വെക്കും. പാരാസെറ്റമോൾ എടുക്കുക. പാരാസെറ്റമോൾ എടുത്തു കഴിഞ്ഞാൽ പാരാസെറ്റമോൾ കൊണ്ട് നെഫ്രോടോക്സിക് ആണെന്ന് പറയുന്നത്, ഹെപ്പറ്റോടോക്സിക് ആണെന്ന് പറയുന്നത്, ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ വളരെ 0.1% ആണ്. അതും എങ്ങനെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് പറയും. നിരന്തരം ഇങ്ങനെ ഒരു ദിവസം 2 നേരം വെച്ചിട്ട് 1 വർഷം കുടിച്ചുകൊണ്ടല്ല വരുന്നത്. ഒരേ സമയത്ത്, അതായത് ചെറിയ സമയത്തിനുള്ളിൽ ഒരു 10-15 ഗുളികൾ ഒന്നിച്ചു കുടിച്ചു കഴിഞ്ഞാലാണ് പാരാസെറ്റമോളിൻ്റെ അക്യൂട്ട് ടോക്സിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്നും സമൂഹത്തിൽ ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ലാത്ത, ശാസ്ത്രബോധമില്ലാത്തൊരു സമൂഹത്തിൽ പറയുന്ന എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന പരമവിഡ്ഢിത്തങ്ങൾ മാത്രം വലിയ കാര്യം പോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരുന്ന വിഡ്ഢികളുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. യാതൊരു അടിസ്ഥാന ബോധവുമില്ല. ഇവരൊക്കെ വലിയ എന്തോ കാര്യം പോലെ മണ്ടത്തരങ്ങൾ, അസംബന്ധങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ മത്സരിച്ച് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരള സമൂഹം എന്ത് പുരോഗമിച്ചതെന്ന് നിങ്ങൾ പറയുന്നത്. വേണ്ടാത്ത അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ പറ്റിയൊക്കെ അതിലൊക്കെ ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വരും. ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നത് ഇല്ലാതാക്കിയതാണ് കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത്. ആ കോവിഡ് വാക്സിൻ വരുന്നതിന് മുമ്പേ ഉള്ള കാലം, അതായത് നമുക്കറിയാം കോവിഡ് വാക്സിൻ ഇറങ്ങിയതപ്പോഴാണ് ഇന്ത്യയിലൊക്കെ ജസ്റ്റ് കോവിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് UK യിലും ഇറ്റലിയിലൊക്കെ, അതായത് ഇന്ത്യയേക്കാൾ എത്രയോ ഇരട്ടി ആധുനിക വൈദ്യശാസ്ത്ര സംവിധാനങ്ങൾ, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും ശക്തരായിരിക്കുന്ന ഈ സ്ഥലങ്ങളിൽ, ഇറ്റലിയിലും അമേരിക്കയിലൊക്കെ ലക്ഷങ്ങൾ മരിച്ചു വീഴുകയാണ്. അവിടെ ICU തികയുന്നില്ല, വെന്റിലേറ്റർ തികയുന്നില്ല. അവിടെ പ്രായമുള്ളവരുടെ വെന്റിലേറ്റർ എടുത്തു മാറ്റിക്കൊണ്ട്, എടുത്തു കഴിഞ്ഞാൽ മരിക്കുമെന്നറിയാം, അങ്ങനെ എടുത്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ എത്തി. JCB കൊണ്ടുവന്നിട്ട് കുഴി കുഴിച്ചിട്ട് ഓരോ ദിവസവും മൃതദേഹങ്ങൾ മൂടുകയാണ്. മതചടങ്ങുകളൊന്നുമില്ല. ഒരുത്തിന് പോലും അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ധൈര്യമില്ല. മതചടങ്ങുകൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന മണ്ടന്മാർ നടത്താതെ അവർ മറിയുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞു. അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അന്നത്തെ അന്ധവിശ്വാസികളെല്ലാം തന്നെ പേടിച്ച് മളത്തിലൊളിച്ചു. ഇന്ന് വാക്സിനൊക്കെ എടുത്തുകൊണ്ട് ഇതിന് എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഹോമിയോ, ആയുർവേദ തുടങ്ങിയ അശാസ്ത്രീയ ചികിത്സയുടെ വക്താക്കൾ ഇവർ തട്ടിപ്പ് വാക്സിനായിട്ട് വരികയും ഇതിനെതിരെ ഒരുപാട് പറയുകയും ചെയ്തു. യാതൊരു അടിത്തറയില്ലാത്ത, ശാസ്ത്രീയ നിരീക്ഷണങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് കാര്യങ്ങളായിട്ട് വരികയും പൊതുസമൂഹത്തിൽ അതിനുശേഷം ഈ വാക്സിൻ കൊടുത്തപ്പോഴാണ് റേറ്റ് കുറഞ്ഞത്. അതായത് ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഒരു ആധിക്യം ഉണ്ടായിരുന്നു, അത് വേറെ. ഡെൽറ്റന് ശേഷം പിന്നെ ഒമിക്രോൺ വന്നപ്പോൾ അതിൻ്റെ സംഹാരശേഷി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അത് വേറെ വിഷയമാണ്. എങ്കിൽ തന്നെ ഈ വാക്സിൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതായിരിക്കും. ഈ പറയുന്ന ത്രോംബോസിസും ത്രോംബോസൈറ്റോപീനിയയും ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അയാൾ വാക്സിൻ എടുത്തതാണെങ്കിൽ ഒരുപാട് സാധ്യത കുറഞ്ഞു. യഥാർത്ഥത്തിൽ കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഒരു മൾട്ടി ഓർഗൻ ഇൻഫെക്ഷനാണ്. ഈ കൊറോണ വൈറസ് ബാധിച്ചവരിൽ ഹൃദയത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്, കുഴലുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ കൂട്ടുന്നുണ്ട്, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് ചിലപ്പം കുറയുന്നുണ്ട്. ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയലാണ്. അപ്പോൾ സംഭവിക്കുക വെച്ചാൽ ബ്ലീഡിങ് ആയിരിക്കും. ബ്ലീഡിങ് ഉണ്ടായിട്ട് ഇപ്പോൾ തലച്ചോറിലൊരു സെറിബ്രൽ ഹാമറേജ് ഉണ്ടാകുന്നു, അത് അവിടെ കട്ടയായിട്ട് ഷോക്ക് വരും. ഈ ത്രോംബോസിസ് എന്ന് പറയുന്നത് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട്, രക്തത്തിലെ ഘടകങ്ങളുടെ ഒരു ആധിക്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ സാധാരണ ഇത് പ്ലേറ്റ്ലെറ്റ്സ് കൂടിയാലാണ് കട്ടാവുക. ഈ പറയുന്ന രണ്ടും എങ്ങനെയാണ് ഒന്നിച്ചിട്ട് സംഭവിക്കുന്നത് എനിക്കറിയില്ല. കാരണം ത്രോംബോസിസ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ വരുന്ന, അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളുണ്ടാകും, പ്ലേറ്റ്ലെറ്റ്സിന് വലിയ റോൾ ഉണ്ട്, അത് കൂടിക്കഴിഞ്ഞാലാണ് വരിക. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻ പറയുന്നത് ത്രോംബോസിസ് ആണ്, രക്തക്കട്ട ഉണ്ടാകുന്നത്. അത് പ്ലേറ്റ്ലെറ്റ്സ് കൂടിക്കഴിഞ്ഞാലാണ് വരേണ്ട സാധ്യത. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ ഇവ പറയുന്നത് ത്രോംബോസൈറ്റോപീനിയാണ്. ഇവിടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഇത് കുറയാണ് ചെയ്യുന്നത്, അത് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഒരു രോഗിയിൽ ഇത് രണ്ടും ഉണ്ടാകുന്നില്ല, ഒന്നായി ഉണ്ടാകുന്നത് അങ്ങനെയാണ് തോന്നുന്നത്.